കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിലപ്പെട്ട 2 പോയിന്റുകൾ ലിവർപൂൾ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ലയോടെ 2-2 എന്ന സ്കോർ ലൈനിലാണ് ലിവർപൂൾ കളി അവസാനിപ്പിച്ചത്. ഇതിപ്പോ എന്താ പറയുക, ഇപ്പോൾ 3-ാമത്തെ കളിയിൽ നിന്ന് 2-ാമത്തെ സമനിലയാണ് ലിവർപൂൾ നേരിടേണ്ടി വരുന്നത്. ഇതെന്ത് പെർഫോമൻസ് ആണ് മാൻ. സെക്കൻഡ് ഹാഫിൽ കാലിടറുന്ന ലിവർപൂളിനെ പല സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സീസൺ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് പലരുടെയും തോന്നൽ. പക്ഷെ അതൊക്കെ അസ്ഥാനത്താക്കുന്ന പെർഫോമൻസ് ആണ് 2-3 കളികളിൽ നിന്ന് ലിവർപൂൾ പ്ലേയേഴ്സിന്റെ അടുക്കിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. കളിയിലോട്ട് നോക്കുകയാണെങ്കിൽ സ്ലോട്ടിന്റെ ആ ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്ചര്യം. കാരണം ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ ആരുമില്ല. ലെഫ്റ്റ് വിങ്ങിൽ സബസ്ലയും സെന്റർ ഫോർവേഡായിട്ട് ജോട്ടയുമാണ്. എന്നാൽ കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലെഫ്റ്റ് വിങ്ങിൽ ജോട്ടയും സെന്റർ ഫോർവേഡ് കളിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് പിന്നെ കാണുന്നത്. ഒരുപാട് ചാൻസുകൾ, ആ മിസ് ചാൻസുകളെ ഓർത്ത് ഇപ്പൊ ലിവർപൂൾ ദുഃഖിക്കുന്നുണ്ട്. കാരണം വിലപ്പെട്ട 2 പോയിന്റുകളാണ് ലിവർപൂൾ കളഞ്ഞത്. അത് തന്നെ നൂനസിന്റെ ആ മിസ്സുകൾ. ഫസ്റ്റ് ഹാഫിൽ നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. ജോട്ടയ്ക്ക് അല്പം കൂടെ ക്ലിനിക്കൽ ആവാമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഗോൾ വരുന്നത് വെച്ചാൽ ഗാർസിയുടെ മിസ് പാസിൽ ജോട്ട ആ ബാൾ സ്വീകരിക്കുകയും അത് സല പിന്നെ ലിവർപൂളിനെ മുന്നിലെത്തിക്കുകയാണ് ചെയ്തിരുന്നത്. ദാറ്റ് മാൻ സല, എന്ത് പറയാൻ. അദ്ദേഹത്തിന്റെ റോൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഫുൾ എഫേർട്ടും അദ്ദേഹം ഓരോ മത്സരത്തിനും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലത്തെ പ്രകടനം മറ്റ് പ്ലേയേഴ്സിന്റെ അടുക്കിൽ നിന്നും കാണാൻ സാധിച്ചാൽ മാത്രമേ ഓരോ കളികളിലും ലിവർപൂളിന് വിജയിക്കുവാൻ സാധിക്കുള്ളൂ. പക്ഷേ ആ ഒരു പ്രകടനം മറ്റുള്ള പ്ലേയേഴ്സിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നില്ല. 2-ാമത്തെ ഗോളും 3-ാമത്തെ ഗോളും വരുന്നത് ആസ്റ്റൺ വില്ലയുടെ വകയാണ്. 2-ാമത്തെ ഗോൾ ഒരു ഫ്രീ കിക്കിലൂടെ ടിലിമാൻസ് ആണ് ആസ്റ്റൺ വില്ലയെ സമനില ഗോൾ നേടുന്നത്. എന്നാൽ 3-ാമത്തെ ഗോൾ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ, ഫസ്റ്റ് ഹാഫിൽ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഓളി വാക്കിങ്സ് ആണ് ആസ്റ്റൺ വില്ലയെ മുന്നിലെത്തിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങി ലിവർപൂൾ സമനില ഗോളിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു എന്ത് പറയാം, ആ ഒരു മികച്ചൊരു പ്രകടനം, മികച്ചൊരു ഫിനിഷിംഗ് നമ്മൾ കാണാൻ സാധിക്കാതെ പോയി. എന്നാൽ സലയുടെ ഒരു മികച്ച പ്രകടനം വഴി ഒരു സെക്കൻഡ് ഹാഫിൽ ട്രെൻഡ് ഗോൾ നേടുന്നുണ്ട്. ട്രെൻഡിന്റെ വകയാണ് സമനില ഗോൾ വരുന്നത്. പിന്നെ ന്യൂനസിന് എന്ത് പറയാൻ. അദ്ദേഹം വൈറ്റൽ മൊമെന്റുകളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഷോ കാസ്റ്റിങ്ങുമാണ് അദ്ദേഹത്തിന് നിന്ന് കാണാൻ സാധിക്കുന്നത്. ആ എമി ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആ ബോള് എമി ഇന്റർസെപ്റ്റ് ചെയ്യാൻ മുമ്പ് തന്നെ അത് സലയ്ക്ക് പാസ് ചെയ്യാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ പ്രകടനം കാഴ്ചവെക്കാൻ നോക്കുകയും പക്ഷെ ആ സന്ദർഭം പാഴായി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ 2-3 സംഭവങ്ങൾ അതുപോലെ ഉണ്ടായി. പക്ഷെ ഒരു മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിന് നിന്ന് കാണാൻ സാധിക്കുന്നില്ല. ഈ ലിവർപൂൾ കരിയറിൽ അദ്ദേഹത്തിന്റെ ആ മികച്ചൊരു രീതിയിൽ ഉയരുവാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ കളി അവസാനിക്കാൻ ബാക്കി നിൽക്കുക ആ ആസ്റ്റൺ വില്ലയുടെ പരാക്രമങ്ങൾ കണ്ടപ്പോൾ സ്തംഭിച്ചു പോയി എന്ന് വേണം പറയാൻ. ലാസ്റ്റ് 95-ാമത്തെ മിനിറ്റിൽ ആ മാലന്റെ ആ ഷോട്ട് വൈഡായി പോകുന്നത് തലയിൽ കൈവച്ചു പോയി. കാരണം ആ കളി കൈവിട്ട് പോയോ എന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെ 26 കളിയിൽ നിന്ന് ലിവർപൂൾ 61 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ്. എന്നാൽ 25 കളിയിൽ നിന്ന് 53 പോയിന്റുമായി ആസ്റ്റൺ തൊട്ട് പിന്നാലെയുണ്ട്. അവർ അടുത്ത കളി വിജയിക്കുകയാണെങ്കിൽ ലിവർപൂളുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം അവർക്ക് 5 കുറയ്ക്കുക. ഇതെന്താ ടൈറ്റിൽ റേസ്, ഒരു കടുക്കുന്ന ഒരു ടൈറ്റിൽ റേസ് തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്നത്. ഇനി ലിവർപൂളിന് വരാൻ പോകുന്നത് ഞായറാഴ്ച സിറ്റിയുമായിട്ടുള്ള ഒരു ബിഗ് മാച്ചാണ്. അത് എത്തിഹാദിൽ വെച്ചാണ് ആ മാച്ച്. എന്തായാലും ഈ പെർഫോമൻസ് മതിയാകില്ല. ആ സൺഡേ സിറ്റിയുമായിട്ടുള്ള മാച്ചിൽ എന്തായാലും ഈ പെർഫോമൻസ് മതിയായില്ല. ഇതിനേക്കാൾ ഒരു മികച്ചൊരു പ്രകടനം തന്നെ ഓരോ പ്ലേയേഴ്സും കാഴ്ചവെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ വിലപ്പെട്ട 3 പോയിന്റുകൾ നേടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും നമസ്കാരം.